ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലില്ലാത്ത കുറച്ച് വെറൈറ്റികളാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. സീലിംഗ് ടൈപ്പ് ഒന്നും നമ്മൾ ഇതിൽ വെച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ അതിന് വിട്ടിട്ടുള്ള സൈസും നമ്മൾ വെച്ചിട്ടില്ല. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൽ വെക്കാത്ത വെറൈറ്റികളാണ്, സിംഗിളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കണേലും മുപ്പാട് ആദ്യം തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എത്ര പ്ലാന്റ് ഉണ്ടോ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഉള്ളത് അത്രയും ഞാനിതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ, ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഗോൾഡൻ സ്പൂൺ ഇല്ലേ, അതാണ്. കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിരുന്നു. 250യുടെ 2 പ്ലാന്റ് ആയിരുന്നു ഇട്ടിരുന്നത്. അത് പിന്നെ അന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് വേറെ വരുത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കൊടുക്കാൻ 3 പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ കട്ടിങ് കുറേ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് റൂട്ടൊക്കെ പിടിച്ച് വരാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പം നമുക്കിപ്പോൾ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ 2 ഷൂട്ട് പ്ലാന്റ് അങ്ങനത്തെയൊക്കെയാണ്. ഇപ്പോൾ സിംഗിളാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അതെ, ഇതാണ് സൈസ് വരുന്നത്. 3 പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 220 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് 3 പ്ലാന്റ് വരുന്നത് കേട്ടോ. 220 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇതാണ് കേട്ടോ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ്. 3 എണ്ണമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ 10 ക്യാരറ്റ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന് റേറ്റ് വന്നിട്ട് 240 ആണ് കേട്ടോ. ഇതും 3 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്ട്രാ ഒന്നുമില്ല, ഉള്ള അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, സെക്സീലിയ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിൻ്റെ 2 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെ, ഇതാണ് കേട്ടോ ഒരു പ്ലാന്റ് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ 3 ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഇതിൽ വന്നിട്ട് ഈ ഒരു പോട്ടിൽ. ഇതിന് 500 ആണ് റേറ്റ് വരുന്നത്. 3 ഷൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിൽ 3 ലീഫ്, പിന്നെ 2 ലീഫ് വെച്ചിട്ടുള്ള എക്സ്ട്രാ 2 ഷൂട്ട്. പിന്നെ ഇതാണ് കേട്ടോ സിംഗിളായിട്ടുള്ളത്. ഇതിന് റേറ്റ് വന്നിട്ട് 370 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. അതായത് 10 ക്യാരറ്റിൻ്റെ പോലെ തന്നെ കളർ ഇതേ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലീഫ് കണ്ടോ, അതുപോലെ തന്നെയാണ് കേട്ടോ കളറ് ഇതിന് വരാം. അപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് അടുത്ത പ്ലാന്റ്. ഈ 2 എണ്ണം തന്നെയുള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണത്. നമുക്കും അത്യാവശ്യം റേറ്റിനാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ റൈസ് ലീഫിൻ്റെ പ്ലാന്റ്. ഇതും 2 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 160 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ എന്താ ഇതിനെ പറയുക, ഇതിൻ്റെ ഐഡിയ ഞാൻ മറന്നുപോയല്ലോ. എന്തോ ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ നോക്കിയിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പ്ലാന്റാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. ഇതിനൊക്കെ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ സെൻറ്ററിൽ. ഇതിന് സെൻറ്ററിൽ വരുന്നുണ്ട്. നല്ല 5 എണ്ണം 5 പ്ലാന്റാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 200 ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബുഷി പ്ലാന്റാണ് കേട്ടോ. അതായത് ലീഫൊക്കെ നിങ്ങൾക്ക് കണ്ടായിരുന്നു, നല്ല തിക്കായിട്ട് ലീഫ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും തിക്ക് ലീഫാണ്. 5 എണ്ണമാണ് നമുക്കിതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ റോസ് ഗ്രീൻ്റെ പ്ലാന്റ്. ഇത് നമുക്ക് 2 എണ്ണം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിപ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒന്ന് വീണു. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ മണ്ണ് കിടക്കണുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് വെച്ചിപ്പം ഞാൻ നനച്ചതാണ്, അതാണ് ഒന്ന് ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 പ്ലാന്റാണ് നമുക്ക് റോസ് ഗ്രീൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്തൊരു ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഒരു ലീഫും ഒരു ഇതായിട്ടൊരു ഷൂട്ട് എക്സ്ട്രാ വരുന്നുണ്ട് ഈ പ്ലാന്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 160 തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2 എണ്ണം മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. അതായത് പിക്ചർ ഡ്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ റേറ്റ് ഒന്നുകൂടി കൂടി. ഇതിപ്പോൾ എനിക്ക് കിട്ടാനില്ല. ആദ്യം പിന്നെയും ഇതിൽ കിട്ടിയിരുന്നു, ഇപ്പോൾ റേറ്റ് ഒന്നുകൂടി കൂടി. ഇതിനകത്ത് 2 ഷൂട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി എക്സ്ട്രാ ആഡ് ചെയ്ത് കണ്ടോ ഇങ്ങനെ വരുന്ന ഷൂട്ടുകൾ. ഇതിലിതേ എക്സ്ട്രാ 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലീഫും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. 270 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ എക്സ്ട്രാ എടുക്കാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് കേട്ടോ, ഈ വീഡിയോയിൽ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ 2 പ്ലാന്റേ അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല. ഇതിൻ്റെ ലിസ്റ്റിൽ ഐഡിയ എനിക്ക് നോക്കേണ്ടി വരും. ഇത് മുന്നത്തേലിരിക്കേണ്ടായിരുന്ന, നമ്മൾ പുതിയത് കൊണ്ടുവന്നിട്ടുള്ളതല്ല കേട്ടോ. മുൻപത്തേൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റിലുള്ളതാണ് കേട്ടോ 2 എണ്ണം. ഇതേട്ടാ ഈ 2 പ്ലാന്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180 ആണ് കേട്ടോ. ഈ 2 എണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, കൂടുതൽ കൊടുക്കാനും കിട്ടാനും ഇല്ല എനിക്ക്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് അയക്കേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ വീഡിയോ നോക്കിയിട്ട് അതിൻ്റെ ID പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ റേറ്റ് പറഞ്ഞു തരും. പിന്നെ നമുക്കിതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് മൺഡേ ആണ് കേട്ടോ കൊറിയർ വരുന്നത്, ഈ വരുന്ന മൺഡേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർഡർ തന്നവരുടെ കുറച്ച് പേരുടെ മൺഡേയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി മൺഡേ അയക്കാം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മൺഡേ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.